കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. An audio presentation of the Holy Gospels with relevant reflections. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പഠനങ്ങളുടെയും സഭാ പാരമ്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ യേശുവിന്റെ ശിഷ്യനായ വിശുദ്ധ യോഹന്നാൻ ആണ് ക്രിസ്ത്വാബ്ദം 95 ആണ്ടിൽ എഫേസുസിൽ വച്ച് യേശുവിന്റെ 4ാമത്തെ സുവിശേഷം രചിച്ചത് എന്നാണ് പരക്കെയുള്ള വിശ്വാസം. ഈ സുവിശേഷം രചിച്ചതിന്റെ ഉദ്ദേശം ഗ്രന്ഥകർത്താവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഉദ്ധരണി: ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. യോഹന്നാൻ അധ്യായം 20 വാക്യങ്ങൾ 30-31. യേശുവിന്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും ജീവിത വീക്ഷണവുമാണ് ഈ സുവിശേഷത്തിന്റെ ഉള്ളടക്കം. ഇവയുടെ ബാഹ്യമായ വിശദാംശങ്ങളിൽ തങ്ങി നിൽക്കാതെ ആന്തരാർത്ഥത്തിലേക്ക് ചൂഴ്ന്നിറങ്ങി യേശുവിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യം വെളിപ്പെടുത്താനാണ് ഗ്രന്ഥകർത്താവിന്റെ ശ്രമം. അങ്ങനെ എല്ലാവരും അതിന്റെ എല്ലാ സവിശേഷതകളോടും കൂടെ മനസ്സിലാക്കി വിശ്വാസത്തിൽ എത്തിച്ചേരണമെന്നും അതുവഴി നിത്യജീവനിൽ പങ്കുചേരാൻ ഇടയാകണമെന്നും അദ്ദേഹം അഭിലഷിക്കുന്നു. ഇക്കാരണത്താൽ വിശ്വാസത്തിന്റെ സുവിശേഷം, ജീവന്റെ സുവിശേഷം, ആധ്യാത്മിക സുവിശേഷം എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. 21 അധ്യായങ്ങളിലായി 878 വാക്യങ്ങളാണ് ഇതിലുള്ളത്. ഇവയെ 105 ഭാഗങ്ങളായി വിഭജിച്ച് ഓരോ ഭാഗത്തിനും ഉചിതമായ വ്യാഖ്യാനങ്ങളോടൊപ്പം ലളിതവും എന്നാൽ ഹ്രസ്വവുമായ ധ്യാന ചിന്തകളാണ് ഇതിന്റെ ഉള്ളടക്കം. ആദരണീയനായ JB പുത്തൂർ CMI അച്ഛനാണ് ഇതിന്റെ വിചിന്തന കർത്താവ്. 2 കണ്ണുകളുടെയും കാഴ്ചശക്തി വളരെയേറെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ നടത്തുന്ന ഈ ദൈവവചന ഉപാസന സാധാരണക്കാരായ സഭാമക്കളുടെ കാതോരങ്ങളിൽ ദൈവവചനം പ്രചോദനാത്മകമായി എത്തിക്കുന്നതിനുള്ള ഒരു എളിയ പരിശ്രമം ആണ്. ഒരുക്കമാർന്ന ഏതെങ്കിലുമൊക്കെ മനുഷ്യ മനസ്സാകുന്ന വിളനിലത്തിൽ വീണ് ദൈവവചനമാകുന്ന ഈ വിത്ത് പൊട്ടിമുളച്ച് വളർന്ന് സത്ഫലങ്ങൾ പുറപ്പെടുവിക്കാനിടവന്നാൽ സഫലമായി ഈ ശ്രമം, ധന്യമായി ആ ജീവിതം. ഇതിലെ പശ്ചാത്തല വിവരണവും റെക്കോർഡിംഗും നിർവഹിക്കുന്നത് ശ്രീമതി ടിബല തോമസും ദൈവവചന പാരായണം നടത്തുന്നത് കുമാരി എല്ലിൻ തോമസുമാണ്. നമ്മുടെ കാതോരങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ഈ ദൈവവചനത്തെ ആദരവോടുകൂടെ നമുക്ക് ഏറ്റുവാങ്ങാം. സമർപ്പണം കേരള സഭാ മക്കൾക്ക്.